തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്തിരിക്കുകയാണ്. DGPയുടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. യുക്തമായ നടപടിയെടുക്കാം എന്നതാണ് റിപ്പോർട്ടിലെ ശുപാർശ. വ്യക്തമാക്കിയതിന് പിന്നാലെ പൂരം കലക്കലിൽ ADGP ഗുരുതരമായ വീഴ്ച വരുത്തി എന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. മന്ത്രി വിളിച്ചിട്ട് പോലും MR അജിത് കുമാർ ഫോൺ എടുത്തില്ല എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. വീഴ്ച കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അനന്തകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി. അനന്തന്റെ റിപ്പോർട്ടിന്റെ ഇതടക്കം എന്തൊക്കെ ഉള്ളടക്കങ്ങൾ, എന്തൊക്കെ കണ്ടെത്തലുകളാണ് MR അജിത് കുമാറിന് എതിരായി ഉണ്ടാകുന്നത്? ഇപ്പോൾ പുതിയ DGPയെ നിശ്ചയിക്കുന്ന സമയമാണല്ലോ. MR അജിത് കുമാറെ സംരക്ഷിക്കാൻ, രക്ഷിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നു എന്നതാണ് ആരോപണം, ആക്ഷേപം. രതീഷ്, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടത് അങ്ങേയറ്റം ഗൗരവവും വൈകാരികവുമായ വിഷയമാണ്. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ആ തൃശ്ശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി നടത്തിയ അന്വേഷണവും അതിനെ തുടർന്ന് സമർപ്പിച്ച റിപ്പോർട്ടും. ആ റിപ്പോർട്ടിൽ ഏറ്റവും ഗൗരവമായുള്ള കാര്യം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ADGP തന്നെ ഈ കൃത്യവിലോപം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ്. MR അജിത് കുമാർ ആയിരുന്നു അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP. ആ ADGP തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്ന സംഭവം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഗുരുതരമായ വീഴ്ച ADGPയുടെ ഭാഗത്ത് പോലുമില്ല. അത് കൃത്യമായ കൃത്യവിലോപമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ഷേഖ് ദർവേസ് സാഹിബ് ഈ മാസം 30-ന് വിരമിക്കുകയാണ്. അതിന് തൊട്ടു മുൻപാണ് ADGP MR അജിത് കുമാറിനെ ആരോപണ വിധേയനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു കാലഘട്ടവും നേരത്തെ രതീഷ് സൂചിപ്പിച്ച പോലെ പ്രാധാന്യമുള്ളതാണ്. കാരണം സംസ്ഥാന പോലീസ് മേധാവി ചുമതല ഒഴിയുമ്പോൾ പകരം ആര് എന്നുള്ള ചർച്ചകൾ നടക്കുന്ന സമയമാണ്. പകരം ആര് എന്ന പേരിൽ പ്രധാനിയല്ലേ MR അജിത് കുമാർ? MR അജിത് കുമാറിന് വേണ്ടി പലവിധ നീക്കങ്ങൾ നേരത്തെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഗൗരവതരമായ വീഴ്ചകൾ ഉണ്ടായപ്പോൾ നീക്കം ചെയ്യാതെ തന്നെ ദീർഘ ദിവസങ്ങൾ സംരക്ഷിച്ചു എന്നുൾപ്പെടെയുള്ളത് പൊതുസമൂഹത്തിന്റെ ആകെ മുന്നിൽ ഉള്ളതുമാണ്. അപ്പോൾ MR അജിത് കുമാറിന് വേണ്ടി ചരടുവലികൾ നടക്കുന്നുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ അനന്തൻ? സംസ്ഥാന പോലീസ് മേധാവിയായി MR അജിത് കുമാറിനെ സർക്കാർ നിശ്ചയിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാവുക അത് അതിവിദൂരമായ സാധ്യതയാണ്. കാരണം 6 പേരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയതിൽ 6ാം പേരുകാരനായിട്ടാണ് ADGP MR അജിത് കുമാർ ഉള്ളത്. ആ പട്ടികയിൽ ആദ്യ പേരിൽ 4 പേരും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെയൊക്കെ പരിഗണിച്ചതിന് ശേഷം 3 പേരുടെ ചുരുക്കപ്പട്ടികയാണ് ഇവിടേക്ക് അയക്കുക. ആ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാർ പെടുക എന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി MR അജിത് കുമാർ ആകും എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുമ്പോൾ മറ്റൊരു DGP റാങ്ക് ഒഴിവ് വരികയാണ്. അപ്പോൾ ADGP ആയ MR അജിത് കുമാറിനാണ് ഇനി ആ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടത്. ഇങ്ങനൊരു റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് പ്രൊമോഷൻ നൽകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ യുക്തമായ നടപടി സർക്കാരിന് സ്വീകരിക്കാം എന്ന് മാത്രമാണ് DGP രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണ് തൃശ്ശൂർ പൂരം അലങ്കോലമായത്. മാത്രമല്ല, സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ യുക്തമായ നടപടി സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സർക്കാരിന് നടപടി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, ഇനി MR അജിത് കുമാറിനെതിരെ ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ള കൗതുകവും ഉയരുന്നുണ്ട്. അതേസമയം ഇതിനകത്ത് ഗൂഢാലോചന ആരോപിച്ചിരിക്കുന്നത് പ്രതിപക്ഷമാണ്. അത് MR അജിത് കുമാറും സംഘപരിവാറും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് തൃശ്ശൂർ പൂരം ഈ രീതിയിൽ അലങ്കോലപ്പെട്ടതെന്നാണ് അവരുടെ ആരോപണം. അതേ തുടർന്ന് ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. രതീഷ്, ശരി. അനന്തകൃഷ്ണനാണ് വിശദമായി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് DGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. യുക്തമായ നടപടി എടുക്കണം എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പൂരം കലക്കലിൽ ADGPക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു, കൃത്യവിലോപമുണ്ടായി എന്നതാണ് വലിയ കണ്ടെത്തലായി ഇപ്പോൾ DGP അവതരിപ്പിക്കുന്നത്. അതേസമയം DGP നിർണയ സമയമായതിനാൽ അതുമായി ചേർത്തുകൂടി ആരോപണങ്ങളും ചർച്ചകളും ഒക്കെ സജീവമാവുകയാണ്. ശ്രീ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചെയ്യുന്നത്. ശ്രീ N ശ്രീകുമാർ, ADGP MR അജിത് കുമാറിന്റെ നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ADGP MR അജിത് കുമാറിന്റെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. കാരണം ആഭ്യന്തര മന്ത്രി കൂടിയായ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മേലെ ഒരു ജനകീയ ഉത്സവമായ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയപ്പോൾ അതിൽ കൃത്യവിലോപം കാണിച്ചു
എന്ന പരാമർശം ഉണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്ന് പൂരപ്പറമ്പായ തൃശൂർ തേക്കൻകാട് മൈതാനത്ത് നിന്ന് പ്രസംഗിച്ചതും മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി നടപടി വേണ്ടിവരില്ലേ? ഇപ്പോൾ തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമമുണ്ടായി, ബോധപൂർവമായ ശ്രമമുണ്ടായി എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി നിലപാടെടുക്കുമ്പോൾ ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. അതിൽ ഉയർന്ന റാങ്കുകാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറിന് വീഴ്ച പറ്റിയോ എന്ന കാര്യത്തിൽ DGP അന്വേഷിക്കുന്നു. DGP ആ റിപ്പോർട്ടിൽ വീഴ്ച പറ്റിയെന്ന് പറയുന്നു. പകൽ സമയത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് MR അജിത് കുമാറിനെ അറിയിച്ചിരുന്നതാണ്. രാത്രി പ്രശ്നമുണ്ടായപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. അവിടെ ക്രമസമാധാന ചുമതലയുടെ ഭാഗമായി തന്നെ ഔദ്യോഗികമായി തന്നെയാണ് MR അജിത് കുമാർ എത്തിയത്. അദ്ദേഹത്തെ രാത്രി റവന്യൂ മന്ത്രി K രാജൻ, ജില്ലയിൽ നിന്നുള്ള മന്ത്രി K രാജൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല. അപ്പോൾ വലിയ കൃത്യവിലോപം ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമല്ലേ നടപടി? അങ്ങനെ നടപടി ഉണ്ടാകണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, തൃശ്ശൂർ പൂരത്തിന്റെ ഈ സംഭവം ഉണ്ടാകുന്നത് 2024 മെയ് മാസത്തെ പൂരത്തിനാണ്, ഏപ്രിൽ മാസത്തെ. രണ്ടാമത്തെ പൂരം 2 മാസം മുമ്പ് കഴിച്ചു. ഈ 2 മാസം മുമ്പ് പൂരം നടന്നപ്പോൾ അന്ന് ഈ മന്ത്രിമാരും ആരോപണം ഉന്നയിച്ച CPI പ്രമുഖരുൾപ്പെടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞത് പഴയതെല്ലാം മറന്നു, പൂരം നന്നാക്കാമെന്നാണ് പറഞ്ഞത്. ആ പൂരവും കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിന്റെ ഗൗരവം കണക്കാക്കി നടപടി എടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്, അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നടപടി എടുക്കേണ്ട ഗവൺമെന്റ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് കാണുന്നില്ല. കാരണം കേരളം ഭരിക്കുന്ന CPM-ന് അതുപോലെ ഭരണ നേതൃത്വത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ എന്ന് പലവിധ സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തെ DGP റാങ്കിലേക്ക് പരിഗണിക്കുന്ന ഒരാളായിട്ട് കൂടി ചിത്രീകരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൂരവും കഴിഞ്ഞു, രണ്ടാമത്തെ പൂരവും കഴിഞ്ഞു, ജനങ്ങളത് മറക്കാൻ തുടങ്ങി, എന്നിട്ട് നടപടി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാകുമെന്ന് കരുതാൻ വഴിയില്ല. കാരണം ഈ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തോടേക്കാൾ വീര്യത്തോട് ഉന്നയിച്ചത് CPI-ക്കാരാണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം തൃശ്ശൂരിലത്തെ MP ആയിട്ട് ലോക്സഭയിൽ മത്സരിച്ച VS സുനിൽകുമാർ ഈ മറ്റേ പോലീസ് സഹായിച്ചത് BJP ജയിപ്പിക്കാനാണെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിൽ പ്രസ്താവിച്ചവരാണ്. അപ്പൊ ഈ പൂരവും കഴിഞ്ഞു. ഈ പൂരത്തിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മന്ത്രി രാജനും മുൻ മന്ത്രി സുനിൽകുമാറും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പൂരം പ്രദർശനത്തിന്റെ പൂരത്തിന്റെ ചമയക്കാഴ്ച ഉദ്ഘാടനം ചെയ്തത്, ഒരു വേദി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ഇതിൽ ആർക്കാണ് ഇത്ര വലിയ താല്പര്യം? ആ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അതിന്റെ എല്ലാ ഒരു എന്താ പറയാ, അതിന്റെ ഒരു കാലഘട്ടം തന്നെ ഏതാണ്ട് കഴിഞ്ഞ പോലെയാണ്. അപ്പൊ പിന്നെ നടപടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് 30 മണിക്കൂർ തുടർച്ചയായ ഒരു ഉത്സവമാണെന്ന് അറിയാമല്ലോ. ആ 30 മണിക്കൂർ തുടർച്ചയായ ഉത്സവത്തിനിടയ്ക്ക് ഇത്ര ഒരു സംഭവം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഇത് രാഷ്ട്രീയമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊക്കെ അത് കാണുന്നത് ഇത് പോലീസ് വീഴ്ചയാണ്. കാരണം പൂരത്തെക്കുറിച്ച്, തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് അറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണ്. കാരണം സാധാരണ ഒരു അമ്പലത്തിൽ ഉത്സവം വരെയാണ് അദ്ദേഹം തൃശ്ശൂർ പൂരം കണ്ടത്. ഇത് ആദ്യമല്ല, അതറിയാമല്ലോ. ഇത് നടപടി ഉണ്ടായിട്ടുണ്ട് പോലീസിനെതിരെ. 2000 അന്നും നായനാർ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഇന്നും അദ്ദേഹം തന്നെയാണല്ലോ. അന്ന് ഇതുപോലെ തൃശ്ശൂരിലെ പൂരം നടക്കുമ്പോൾ കുടമാറ്റ സമയത്ത് പോലീസിന്റെ ലാത്തിച്ചാർജ് ഉണ്ടായി, ദേവസ്വം ഭാരവാഹികൾക്ക് പരിക്കേറ്റു. അന്ന് അതിന്റെ ചുമതല ഉണ്ടായിരുന്ന DYSP സസ്പെൻഡ് ചെയ്തു, പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു. ഇതിപ്പോ 1 വർഷം കഴിഞ്ഞു. അപ്പൊ നടപടി എടുക്കണമെങ്കിൽ നടപടി എടുക്കാം, പക്ഷെ നടപടി എടുത്തില്ല. അതിന്റെ കാരണം ഈ തെരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഈ 30 മണിക്കൂർ തുടർച്ചയായ ഒരു ഉത്സവത്തിനിടയ്ക്ക് അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് മന്ത്രിയുടെ കോൾ എടുക്കാതിരുന്നൊരു വാർത്ത കണ്ടു. തുടർച്ചയായ ഉത്സവത്തിനൊക്കെ മനുഷ്യനാണ്, ഉറങ്ങിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉറങ്ങുമ്പോൾ ആ ചുമതല ഫോൺ എടുക്കുന്ന ഔദ്യോഗിക ഫോൺ എടുക്കുന്ന ഒരാളുണ്ടാകുമല്ലോ. ഒരു ക്യാബിനറ്റ് മന്ത്രി അത് തന്നെയാണ് വളരെ പ്രധാനം. ആ പോയിന്റിലേക്ക് വിശദമായി അങ്ങനെയൊക്കെയാ വരാം. ശ്രീ റെജി ലൂക്കോസ്, ഉറങ്ങിപ്പോകുന്നത് മനുഷ്യ സഹജമാണ്. മനുഷ്യൻ മാത്രമല്ല, എല്ലാവരും ക്ഷീണം വരുമ്പോൾ വിശ്രമ സമയത്ത് ഉറങ്ങിപ്പോകുന്നത് പതിവാണ്. തൃശ്ശൂർ പൂരം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പ്രൗഢിയുള്ള ആഘോഷമാണ്. ഈ പൂരത്തിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ BJP ലോക്സഭയിലേക്ക് വിജയിച്ചത് എന്നുകൂടി ചേർത്ത് വായിക്കണം. അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പൂരം മനഃപൂർവ്വമായി അലങ്കോലപ്പെടുത്തി എന്ന ആരോപണം ഇങ്ങനെ നിൽക്കുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടി അനിവാര്യമല്ലേ? ആ നടപടി ഉണ്ടാകില്ലേ? രതീഷ്, നമ്മളതിനെ രണ്ടായിട്ട് കാണും. ഒന്ന്, ബഹുമാനപ്പെട്ട MR അജിത് കുമാർ IPS-നെതിരെ
ആദ്യമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി.ഡി. സതീശനാണ്. അതിനുശേഷം അത് ഏറ്റുപിടിച്ചുകൊണ്ട് പി.വി. അൻവറും പറഞ്ഞു. ഉടനെ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അടിയന്തര അന്വേഷണം അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിക്കാനായിട്ട് ADGP മനോജ് എബ്രാഹിമിനെ അദ്ദേഹം നിയോഗിച്ചു. അദ്ദേഹം അന്വേഷിച്ചൊരു വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകി. അതിൽ ഈ പറയുന്ന അജിത് കുമാർ IPS അല്ലെങ്കിൽ ADGP അജിത് കുമാറിന് വീഴ്ച വന്നിട്ടില്ല എന്ന് അദ്ദേഹം ക്ലീൻ ചിറ്റ് നൽകി, വിശദമായ റിപ്പോർട്ട് നൽകി. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ പിന്നീട് വീണ്ടും ഇത് ഈ പറയുന്ന CBIയുടെ സമ്മർദ്ദവും കെ രാജൻ കൊടുത്ത മൊഴി അനുസരിച്ചൊക്കെ ആയിട്ട് വീണ്ടും രണ്ടാമത്തെ ഘട്ടത്തിലുള്ള അന്വേഷണം DGP നിർമ്മൽ സാഹിബിന്റെ അന്വേഷണം നടന്ന റിപ്പോർട്ടാണ് ഇപ്പൊ നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു 1 മണിയായപ്പോൾ അദ്ദേഹം ഉറങ്ങി. അതിനുശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത്. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഭാഗത്ത് വീഴ്ച ഉണ്ടായതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യമായിരുന്നു. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. അല്ലാണ്ട് ശ്രീകുമാർ സാർ പറഞ്ഞത് 2000 DYC 2000 പൂരം എന്താ പറയാ വിശാലമായിട്ട് കവർ ചെയ്തതാണ്. അത് സംഭവം എനിക്ക് അറിയാവുന്ന സംഭവം. പക്ഷേ ഈ പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചു. അത് ഇലക്ഷൻ പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. വളരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അന്ന് മുതൽ ഈ ഗവൺമെന്റിനെ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രിയെ തേജോധനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ആയുധമാക്കിയ, പ്രത്യേകിച്ച് പി.വി. അൻവർ ആയുധമാക്കിയ ഒരു കഥയാണ്. കഥ അല്ലെങ്കിൽ സംഭവം ശരിയാണ്. തൃശ്ശൂർ പൂരം കലങ്ങി എന്നുള്ള വസ്തുതയാണ്. അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമാണ്. ലോകം ഈ ആഭ്യന്തരമന്ത്രി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയെ മാത്രം മുന്നമിട്ടുള്ളതാണോ? ഇപ്പോൾ അതിനപ്പുറത്ത് അങ്ങ് പറഞ്ഞ പോലെ ചില വസ്തുതകളില്ലേ? തൃശ്ശൂർ പൂരം അലങ്കോലമാകുന്നു, തൊട്ടു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു തിരക്കഥ അവിടെ നടപ്പാക്കുന്നു എന്ന സംശയമുണ്ടാകുന്നു. മുൻമന്ത്രി V.S. സുനിൽകുമാർ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. M.R. അജിത് കുമാറിന്റെ പരസ്യമായി CPI നിലപാടെടുക്കുന്നു. മന്ത്രി രാജൻ, CPIയുടെ നോമിനിയായി മന്ത്രിസഭയിലെ മന്ത്രി രാജൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന ഗൗരവമുള്ള പ്രശ്നം വരുന്നു. അപ്പോഴും M.R. അജിത് കുമാർ സംരക്ഷിത വലയത്തിൽ തന്നെയല്ലേ? അവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്, സംശയങ്ങൾ ഉയരുന്നത്. സ്വാഭാവിക സംഭവമായി കാണാൻ കഴിയുമോ? മാത്രമല്ല M.R. അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നിട്ടും എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് പൊളിറ്റിക്കലായി വരുന്ന ചോദ്യം. അല്ല, ആ ചോദ്യം തന്നെയാണ് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒളിയമ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ഇലക്ഷന്റെ പ്രോട്ടോകോള് സമയം നടപടി സ്വീകരിച്ചു. അത് അതിനോട് ചെയ്യാൻ പറ്റുന്നില്ല. അത് എല്ലാവരും മറച്ചു വെക്കുകയാണ്. സർക്കാർ അടിയന്തരമായിട്ട് തന്നെ ഉദ്യോഗസ്ഥ നടപടി സ്വീകരിച്ചു. ആ സിറ്റി പോലീസ് കമ്മീഷണർ അയാളുടെ ആയിരുന്നു അൾട്ടിമേറ്റ് ഉത്തരവാദിത്വം. കാരണം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഈ തൃശ്ശൂർ പൂരനഗരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് M.R. അജിത് കുമാർ പറയുന്ന വാദങ്ങൾ ഒരു പരിധിവരെ ശരിയാണ്. കാരണം കെ രാജന്റെ ആരോപണം എന്താ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അത് എപ്പോഴും അദ്ദേഹം വിളിക്കുന്നത്? അദ്ദേഹം രാത്രി 2 മണിക്കായിട്ട് വിളിക്കുന്നു. ഇദ്ദേഹം 1 മണിക്ക് ഉറങ്ങി എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികം മാനുഷികപരമായിട്ടുള്ള അദ്ദേഹത്തിന് പറ്റിയ അദ്ദേഹം ഉറങ്ങിപ്പോയതിനെ വെച്ചുകൊണ്ട് ഇത് സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ. നേരത്തെ അത് ശ്രീകുമാറും ചൂണ്ടിക്കാണിച്ചതാണ്. ഒരു ADGP എന്ന് പറഞ്ഞാൽ ADGP മാത്രമല്ല, അതൊരു ഓഫീസ് സംവിധാനം പോലെയല്ലേ? ADGPക്കൊപ്പം ഗൺമാന്മാരുണ്ടാകും, ഓഫീസ് കാര്യങ്ങൾ നോക്കുന്ന ആളുകളുണ്ടാകും, ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാകും. ഇപ്പോൾ ADGP തൃശ്ശൂരിലേക്ക് പോയാൽ ADGP ഒറ്റയ്ക്ക് ഡ്രൈവറുമായി പോവുകയല്ലല്ലോ. ഈ ഫോൺ നോക്കാനും വരുന്ന മെസ്സേജുകൾ പരിശോധിക്കാനും തുടർ നടപടി ആവശ്യമുള്ളത് സ്വീകരിക്കാനും ഒക്കെ അവിടെ സംവിധാനമില്ലേ? അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നതൊക്കെ അതൊക്കെ അങ്ങനെ ലഘുവായി ദഹിച്ചു പോകുന്ന വാദങ്ങളാണോ? അല്ല, ഞാൻ സത്യസന്ധമാണ് M.R. അജിത് കുമാർ എന്നുള്ള IPS ഉദ്യോഗസ്ഥരെ വെള്ളം പൂശാനല്ലേ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വളരെ സത്യസന്ധമായിട്ട് പറയാം. നമുക്കറിയാം കേരള സംസ്ഥാന സർക്കാരിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ആരോപണങ്ങളും അവസാനം വരുമ്പോൾ ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ നിമിഷം. നമ്മൾ ഈ പോയിന്റിൽ ചർച്ച ഇങ്ങനെ തുടരുമ്പോൾ ഒറ്റ നിമിഷം. ശ്രീ V.S. സുനിൽകുമാർ, മുൻ മന്ത്രി, ടെലിഫോണിൽ. ശ്രീ V.S. സുനിൽകുമാർ, M.R. അജിത് കുമാറിന് വീഴ്ച പറ്റി കൃത്യവിലോപം ഉണ്ടായി എന്താണ് DGPയുടെ റിപ്പോർട്ടായി ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. നടപടി ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ M.R. അജിത് കുമാറിനെയും ന്യായീകരിക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ M.R. അജിത് കുമാറിനെ വെള്ളപൂച്ചാൻ കഴിയുമോ? എനിക്ക് ആ റിപ്പോർട്ട് ഞാൻ നേരിട്ട് ആ റിപ്പോർട്ട് എന്താണെന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കാനുള്ളത്, അത് കേവലം M.R. അജിത് കുമാർ മാത്രമായി അതിന് കാരണക്കാരനാണെന്നുള്ള വിചാരം എനിക്കില്ല. അല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ RSS നേതാക്കന്മാരുടെ പങ്ക്, ചില ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ബന്ധങ്ങളെല്ലാം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വസ്തുതകളും കൂടി പുറത്തു വരണം. ഇതിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് ആ പ്രശ്നത്തിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. M.R. അജിത് കുമാർ അവിടെ, ഞാൻ M.R. അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് എന്റെ വസ്തുക്കളൊന്നും എനിക്കറിയില്ല. പക്ഷെ റിപ്പോർട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ എനിക്കറിയുള്ളൂ.
പക്ഷെ അജിത് കുമാറിന്റെ കാര്യത്തിൽ മാത്രം ഒരു ആദ്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ചർച്ച പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതായത് അജിത് കുമാർ മാത്രമല്ല വലിയ തിരക്കഥയുടെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ ഗൂഢാലോചന രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു. യാതൊരു സംശയമില്ലാത്ത കാര്യമാണെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ RSSും അവിടുത്തെ BJP സ്ഥാനാർത്ഥി ആംബുലൻസിൽ വന്നിറങ്ങിയതിനെ പറ്റി എവിടെയാ റിപ്പോർട്ടുള്ളത്? എങ്ങനെയാ? എന്താ അതിന്റെ കാരണം? എന്താണ് എന്താ അതിന്റെ പിന്നിലുള്ള കാരണം എന്തായിരുന്നു? അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? പോലീസിന്റെ കയ്യിലിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചാൽ അത് പ്രകാരമുള്ള റിപ്പോർട്ടും കൂടി വരുമ്പോഴാണ് തൃശൂർ പൂരത്തിന്റെ അലങ്കോലപ്പെടുത്തിയതിന്റെ വസ്തുത പൂർണ്ണമായിട്ട് വരുള്ളൂ. അല്ലെ നമ്മളിപ്പോ അജിത് കുമാറിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച പോകുന്നത് അതിന്റെ യഥാർത്ഥ വസ്തുത മറച്ചു വെക്കപ്പെടുകയും യഥാർത്ഥമായ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പുറത്തു വരാതിരിക്കുകയും ചെയ്തതിന് ഇടവരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അപ്പോൾ ഇത് വിശാലമായ തരത്തിലൊരു ഗൂഢാലോചന നടത്തിയ എന്താണ് CPIയുടെ നിലപാട്? എന്തുകൊണ്ടാണ് ഇത്ര വൈകി പോകുന്നത്, ഇത്തരം ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ? അല്ല, അതില് എനിക്കിപ്പോ വൈകിപ്പോയാലും എനിക്ക് വലിയ ഇപ്പൊ പരാതികളൊന്നും ഞാനിപ്പോ പരാതി പറയാനൊന്നും പോകുന്നില്ല. അത് വൈകിപ്പോയിട്ടുണ്ടെങ്കിലും വൈകിട്ടാണെങ്കിലും അത് വരണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എത്ര വൈകിട്ടാണ്? ഇപ്പൊ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോ റിപ്പോർട്ട് എന്താ വരാത്ത ചോദിച്ചു. തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോ റിപ്പോർട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നില്ല. കാരണം ആ തൃശ്ശൂർ പൂരം നന്നായി നടക്കേണ്ട ഇടയില് ആ റിപ്പോർട്ട് പുറത്തു വന്നൊരു അലങ്കോലം വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഗവൺമെന്റ് ആ സമയത്ത്. തൃശ്ശൂരിന്റെയും പൊതുവിൽ ഒരു സമാധാനപരമായ സാഹചര്യം ഉണ്ടാകേണ്ടതിന്റെയും ആ ഉത്സവം നല്ല നിലയിൽ നടത്തേണ്ടതിന്റെയും ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് താങ്കൾ വളരെ പക്വമായി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതികരണം നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ADGPക്കെതിരെ DGP റിപ്പോർട്ട് നൽകുന്നു. സംസ്ഥാന പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് നൽകുന്നു. അങ്ങനെ ADGPക്കെതിരെ മാത്രമായി അന്വേഷണം ചുരുങ്ങിപ്പോയി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അന്വേഷണ റിപ്പോർട്ടിൽ കൂടെ വിശാലമായി കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും പരിശോധിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല, വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ടെക്നിക്കലായി ഒരു ADGPയുടെ പ്രവർത്തനം മാത്രമല്ല പരിശോധിക്കപ്പെടേണ്ടത് എന്ന അഭിപ്രായം അങ്ങേക്കുണ്ടോ? തീർച്ചയായിട്ടും ADGPയുടെ പേരിൽ മാത്രം ആണ് കാര്യങ്ങൾ എന്ന് വരുത്തി തീർക്കുന്ന അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ ബിഗ് ഷോട്ടുകളും അതിനേക്കാൾ വലിയ ആളുകളും BJP RSS നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന പുറത്തു വിടാനുമാണ് അതിന്റെ റിപ്പോർട്ടാണ് പുറത്തു വരേണ്ടത്. ഇവിടുത്തെ വിശ്വാസികളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഏത് അന്വേഷണം? ഇപ്പൊ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഏത് അന്വേഷണത്തിന്റെ ഭാഗമായി? ഇപ്പോൾ എന്തായാലും DGPയുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒന്ന് ഇല്ല, അങ്ങനെ ഒരു വിശദമായ പരിശോധന ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു തല റിപ്പോർട്ടിൽ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളെ സംബന്ധിച്ച് പരിശോധിച്ചുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളെ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് മാത്രം ഈ പൂരത്തെ ഒരു പൊളിറ്റിക്കലായി ഉപയോഗിച്ചതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ADGP അജിത് കുമാറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതിന് അജിത് കുമാറിനെ മാത്രം കാരണക്കാരാക്കി വരുന്നതിലല്ല അതിന്റെ ശരിയായ രീതി. മറിച്ച് അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള RSS, BJP തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ അവിടെ നടത്തിയിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ വിശ്വാസികളെയും അവിടുത്തെ പൂരത്തെയും വഞ്ചിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഇടപെടലുണ്ട്. അവര് നടത്തിയിട്ടുള്ള ഈ സ്വന്തം വിജയത്തിന് വേണ്ടി ഒരു നാടിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ചിഹ്നമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തെ പോലും അലങ്കോലപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത അവിടുത്തെ RSSും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളുടെ പങ്ക് വെളിച്ചത്ത് വരുന്ന റിപ്പോർട്ട് വരുമ്പോഴേ ഞാൻ അതിന് മറുപടി പറയുള്ളൂ. അല്ല, അങ്ങ് പറഞ്ഞതിൽ ഇപ്പോഴും ഒറ്റ കാര്യത്തിൽ അങ്ങയുടെ മറുപടി ഉണ്ടായില്ല. അതും കൂടി ചോദിച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പങ്ക്, RSS നേതാക്കളുടെ പങ്ക്, BJP നേതാക്കളുടെ പങ്ക്, RSSും BJPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഈ പങ്ക് അങ്ങ് ഉന്നയിച്ച ഈ ആരോപണം അത് അന്വേഷണത്തിലൂടെ പുറത്തു വരും, അത് ഉറപ്പായും പുറത്തു വരും. ആ ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരും, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന പുറത്തു വരും എന്ന് അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ ഈ ഗവൺമെന്റിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ആ ഗൂഢാലോചന പുറകാരം അതുകൊണ്ടാണ് ത്രിതല അന്വേഷണം നടത്തിയിട്ടുള്ളത്. ത്രിതല അന്വേഷണം എന്ന് പറയുന്ന 3 തലത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ത്രിതല അന്വേഷണം പറയുന്നത്. അതും കൂടി ചേർത്തുകൊണ്ട് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വരും. ഞാനവർ 2 തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തെളിവെടുപ്പ് നടത്തി തെളിവ് നൽകിയിട്ടൊരാളാണ്.
ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളല്ല, ഞാൻ ഉന്നയിച്ചിട്ടുള്ള വസ്തുതകളുണ്ട്. വസ്തുതകൾക്ക് ഉപരി ഞാൻ ഉന്നയിച്ചിട്ടുള്ള ചില ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം പുറത്തു വരുന്ന റിപ്പോർട്ടായിരിക്കും യഥാർത്ഥ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വരട്ടെ. ഇതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എനിക്ക് ഇതിലൊരു നിലപാടെടുക്കാൻ കഴിയില്ല. ശരി, നന്ദി ശ്രീ സുനിൽകുമാർ. എം ആർ അജിത് കുമാറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ചർച്ചയിൽ അത് ശരിയല്ല, അങ്ങനെയല്ല. ഇത് ഒരു വലിയ പ്ലോട്ടാണ്, ഇത് വലിയ തിരക്കഥയാണ്. അതിൻ്റെ ഭാഗമായാണ് പൂരം പൊളിക്കാനുള്ള ശ്രമമുണ്ടായത്. അങ്ങനെ വിശദമായ റിപ്പോർട്ട് വരട്ടെ. അതിൻ്റെ പൊളിറ്റിക്കൽ ഇടപെടൽ ഏതൊക്കെ ഭാഗത്തുണ്ടായി, അത് ഈ സർക്കാരിൻ്റെ സമയത്ത് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാകും, നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ശ്രീ VS സുനിൽകുമാർ. 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാനും പോയതാണ്. ശ്രീ അനിൽ അക്കര, കോൺഗ്രസ് നേതാവ് കൂടി ടെലിഫോണിൽ. ശ്രീ അനിൽ അക്കര, ഇപ്പോൾ എം ആർ അജിത് കുമാറിന് കൃത്യവിലോപം നടത്തി എന്താണ് DGPയുടെ റിപ്പോർട്ട്, എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? എം ആർ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന ചോദ്യത്തിനാണ് VS സുനിൽകുമാർ പറഞ്ഞത്. എം ആർ അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെ മാത്രമല്ല, ഇതൊരു വലിയ തിരക്കഥയായിരുന്നു, ഈ ഗൂഢാലോചനയായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നു. ആ അന്വേഷണം നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ആ റിപ്പോർട്ട് വരും എന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ല, സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാളാണ്. അതിന്റെ നിരാശ അതിനകത്ത് അദ്ദേഹത്തിനുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട മറുപടി അദ്ദേഹം പറയുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ അതിന്റെ കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു. കാരണം എന്താണ്, ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം അറിഞ്ഞു നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചന മുഖ്യമന്ത്രി തലപ്പത്തിരുന്നു കൊണ്ട് നേരത്തെ തന്നെ വിധി കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ, അന്നത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഇതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടത്. ആ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തെളിവുകൾ കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സുനിൽകുമാർ പറഞ്ഞ പോലെ എല്ലാ തലത്തിലുമുള്ള അന്വേഷണം നടത്തി അത് ക്ലിയറായ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും. അല്ലാതെ ഇത് എം ആർ അജിത് കുമാറിനെ വെള്ളപൂശാനോ എം ആർ അജിത് കുമാറിനെ കുറ്റക്കാരനാക്കാനോ തുടങ്ങിയ ചില അജണ്ടകൾ വെച്ചുകൊണ്ട് മാത്രം എത്രത്തോളം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും അത്രത്തോളം നീട്ടിക്കൊണ്ടുപോകുക എന്നതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കൃത്യമായ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ്. ശരി, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നമുക്കിപ്പോൾ അതിഥികൾ തുടരുന്നുണ്ട്. നന്ദി ശ്രീ അനിൽ അക്കര, ഒപ്പം VS സുനിൽകുമാർ പ്രതികരിച്ചതിന്. വളരെ വേഗത്തിൽ 2 അതിഥികളിലേക്കും തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ റജി ലൂക്കോസ്, ഇപ്പോൾ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം അങ്ങ് കേട്ട് കാണുമല്ലോ. അതിൽ പ്രത്യേകിച്ച് VS സുനിൽകുമാറിന്റെ പ്രതികരണവും. ഇപ്പോൾ ഈ DGPയുടെ റിപ്പോർട്ട് മാത്രമല്ല, പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മാത്രമല്ല, എം ആർ അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഇതൊരു വലിയ തിരക്കഥയായിരുന്നു. ആ തിരക്കഥയിലാണ് നടപടി വേണ്ടത്. തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം, CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടായി. എന്താണ് പൂരം അതിനുവേണ്ടി ഉപയോഗിച്ചു എന്താണ്? അങ്ങനെ ഒരു റിപ്പോർട്ട് വരികയും അതിൽ നടപടി ഉണ്ടാകുകയും ചെയ്യും എന്ന പ്രതീക്ഷ അദ്ദേഹം ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വച്ച് പുലർത്തുന്നുമുണ്ട്. അങ്ങനെ ഒരു വലിയ തിരക്കഥ ഉണ്ടായെങ്കിൽ അത് പുറത്തു വരാൻ ഇത്രയും കാലതാമസം വേണോ എന്നതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഇല്ല, അതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു ബലിയാടാണ്, നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ നിന്നും VS സുനിൽകുമാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നത്, ഈ പറഞ്ഞ എം ആർ അജിത് കുമാറിനെ മാത്രം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കരികൾ നശിപ്പിച്ച് CPM വേട്ടയാടുന്ന തിരക്കഥയാണ് അതിന് പിന്നിലുള്ളത്. തെറ്റുപറ്റ അവിടെ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു പൂരം കലക്കപ്പെട്ടെന്നുള്ളൊരു വസ്തുതയാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ പ്രാഥമികമായിട്ട് സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. ത്രിതല അന്വേഷണം. പിന്നെ അന്വേഷണത്തിന്റെ പരിധി അത് ആർക്കും പറയാൻ പറ്റുന്നില്ല. കാരണം അന്വേഷണം ഡീപ്പായിട്ട് പോകണം. പലരുടെയും മൊഴി രേഖപ്പെടുത്തി. മനോജ് കെ എബ്രഹാം കേരളത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഒരാളാണ് അദ്ദേഹം. ആർക്കും അഭിപ്രായത്തിൽ ഇത്ര നല്ലൊരു കാര്യക്ഷമതയുള്ള മനുഷ്യത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ. കണ്ണൂർ ST പോലുള്ള അദ്ദേഹത്തിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തൊരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ക്ലീനായി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല. രണ്ടാമത്, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ ആധികാരികതയെ കുറിച്ച് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ മനോജ് കെ എബ്രഹാമിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് വന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും എടുക്കേണ്ട നടപടികൾ ഉചിതമായ രീതിയിലുള്ള നടപടി എടുക്കും. പിന്നെ ഒന്ന് ഞാൻ പറയാം, ഇപ്പോൾ ഈ ചർച്ച എന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കാരണം ഇവിടെ ഇപ്പൊ 6 അംഗ പട്ടികയിൽ 6ാം സ്ഥാനക്കാരാണ് അദ്ദേഹത്തിന് UPSCയിൽ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി UPSC ആണ് തീരുമാനിക്കേണ്ടത് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും 3 പേരിൽ. ആ 3 പേര് അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഇനിയിപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് എടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നതുള്ളൂ. അപ്പൊ നമ്മൾ സ്പാമനയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കരിയർ നശിപ്പിക്കാൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പൊടുപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് സർക്കാരിനോടുള്ള ശത്രുതയുടെ പേരിൽ അങ്ങനെ ചെയ്തത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും IPS ലഭിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന സ്ഥാനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ ട്രാക്ക് നോക്കിയാൽ വളരെ നല്ല രീതിയിലുള്ള പശ്ചാത്തലമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ അദ്ദേഹം ADGP ആയി. അതിനുശേഷം അത് ക്രമസമാധാന ചുമതല കൊടുത്തു. ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റി നിർത്തി. ഇതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ, എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ബലിയാടായി പോകുന്നുണ്ട്. ഈ DGP ദർവേഷ് സാഹിബ് തന്നെ 1 വർഷം അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുക.
എന്തുകൊണ്ട് അദ്ദേഹത്തിനുള്ളത് കാര്യക്ഷമതയുടെ പേരിൽ അദ്ദേഹത്തിന് കൊടുത്തു. അന്ന് അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തപ്പോൾ എന്തെല്ലാം വിമർശനങ്ങളോടെ വന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നിരപരാധിയാണ് എങ്കിൽ ഉദ്യോഗസ്ഥന്റെ കരിയർ നശിപ്പിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിന്റെ ഉചിതമായ നടപടി എടുക്കാനുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. വി എസ് സുനിൽകുമാർ പറഞ്ഞ ആവർത്തിക്കട്ടെ. അങ്ങ് പൂർത്തീകരിക്കും, പറഞ്ഞു പൂർത്തീകരിക്കും. വി എസ് സുനിൽകുമാർ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, അദ്ദേഹത്തിന് നിലപാടാണ് വളരെ ശ്ലാഘനീയം. അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനെ പക്ഷേ കുറ്റപ്പെടുത്തില്ല. കാരണം അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിന്റെ ഇഴുകിച്ചേരുന്ന വ്യക്തിത്വം അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നിലനിൽക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നതിൽ ശരിയല്ല. ഒരുപക്ഷെ അങ്ങനെ സംരക്ഷണ കവചം ആ ഉദ്യോഗസ്ഥൻ ഉണ്ടോ എന്ന സംശയമാണ്. ആ ഉദ്യോഗസ്ഥൻ മാത്രമല്ല എന്താണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഈ പോലീസ് മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ? നടപടിക്ക് പോലീസ് മേധാവി ശുപാർശ ചെയ്താൽ സ്വാഭാവികമായി നടപടി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ? ഈ CPI ഉന്നയിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന, ഒപ്പം MR അജിത് കുമാറിനുണ്ടായിരുന്ന RSS ബന്ധം, അതൊക്കെ ഈ തൃശ്ശൂർ പൂരവുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ടോ ഇപ്പോഴും? നോക്കൂ രതീഷ്, ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, തൃശ്ശൂർ പൂരത്തിന്റെ ക്രമസമാധാന ചുമതല നിർവഹിക്കപ്പെട്ട ഒരാള് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടിയാണ് DGPയുടെ റിപ്പോർട്ടിലുള്ളതെന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് നമ്മളതിനെ കണ്ടിട്ടില്ലല്ലോ. ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന CPM കണ്ടിട്ടില്ല, അവർ ആരോപിക്കുന്നില്ല. രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചത് CPM ഒഴിച്ചുള്ള മറ്റ് പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ CPI-യുമാണ്. അപ്പൊ ഗവൺമെന്റിന് CPM-ന് തോന്നാത്ത രാഷ്ട്രീയ ഗൂഢാലോചന അവരന്വേഷിക്കില്ലല്ലോ. ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ? ഇതിൽ ഒറ്റ വിഷയമുള്ളൂ. ഇതൊക്കെ അന്വേഷിക്കേണ്ട ആള് ശ്രീ VS സുനിൽകുമാർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. LDF ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല അവരുടെ യോഗങ്ങളിലൊന്നും. ഇത് ചർച്ച ചെയ്യുന്നത് തൃശ്ശൂരിൽ മാത്രമേ ഉള്ളൂ, അല്ലെ CPI ജില്ലാ കൗൺസിലിലെ സംസ്ഥാന കൗൺസിലിലേ ഉള്ളൂ. CPM ഇതിൽ ഗൂഢാലോചന കാണുന്നില്ല, കണ്ടിട്ടില്ല, അവർ പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെ അവർ ഗൂഢാലോചന അന്വേഷിക്കുന്നത്? ഇതിൽ വിഷയം എന്താ വെച്ചാൽ തൃശ്ശൂർ പൂരം നടത്തുന്നത് ദേവസ്വങ്ങളാണ്. ഗവൺമെന്റിന് ഒരു ബന്ധവും ഇല്ല. ഗവൺമെന്റ് ആകപ്പെടെ 2 ബന്ധമേ ഉള്ളൂ. ഒന്ന് ക്രമസമാധാനതരം. പണ്ട് പഴയ കാലത്താണെങ്കിൽ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുക. ഇന്ന് വെള്ളം യഥേഷ്ടം വേറെ ലഭിക്കുന്നതുകൊണ്ട് വാട്ടർ അതോറിറ്റി അവിടെ ഇല്ല. ബാക്കിയുള്ളത് പോലീസാണ്. ആ പോലീസിന്റെ നടപടി എന്താ വെച്ചാൽ ക്രമസമാധാനം ഭദ്രമാക്കുക. പോലീസ് ചെയ്തത് പൂരത്തിലേക്ക് ആളുകളെ വിട്ടില്ല, പൂരം കാണാൻ ആളുകളെ അനുവദിച്ചില്ല. ഇത് രാത്രി 11 മണിക്കും 11:30ക്കും സംഭവിക്കുന്നതാണ്. ഒരു എഴുന്നള്ളത്ത് തടസ്സപ്പെട്ടതാണ്. അതൊക്കെ 1 മണിക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ആ സംഭവത്തില് SP-ക്ക് വീഴ്ച വന്നു എന്ന് പറഞ്ഞിട്ട് SP-യെ മാറ്റാൻ തന്നെ കാലം കുറെ എടുത്തു. ഇവരെ പറയുന്നത് മറ്റേ തെരഞ്ഞെടുപ്പ് ആണെന്നായിക്കോട്ടെ, കുഴപ്പമില്ല. ഈ തെരഞ്ഞെടുപ്പ് നടന്നാലും നടന്നില്ലെങ്കിൽ ഇത്രയും മാസം കഴിഞ്ഞല്ലോ. ആ നടപടി അതെവിടെ പോയി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. VS സുനിൽകുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ADGP-യെ മാത്രം കുറ്റം പറഞ്ഞാൽ അവരുന്നയിക്കുന്ന രാഷ്ട്രീയാരോപണം തെളിയില്ല. അവരുന്നയിക്കുന്ന രാഷ്ട്രീയാരോപണം തെളിയണമെങ്കിൽ LDF തീരുമാനിക്കണം, CPM തീരുമാനിക്കണം. അത് നടക്കുവോ? ഇല്ല. കാരണം എന്താണ്? ADGP എന്ന് പറയുന്നത് ഇവിടെ റെജി ലൂക്കോസ് ADGP കുറ്റക്കാരനാണെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? DGP കൊടുത്ത റിപ്പോർട്ടിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ നേരിൽ കണ്ടാലും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളെ കുറിച്ചും. അപ്പൊ DGP കൊടുത്ത റിപ്പോർട്ടില് ADGP-ക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ അത് പോലീസിന്റെ നിർവഹണത്തിലുള്ള വീഴ്ചയാണ്, പോലീസ് വിന്യാസത്തിലുള്ള വീഴ്ചയാണ്. അക്കാര്യത്തിലാണ് മറുപടി പറയുന്നത്. അല്ലാണ്ട് അതിന് ബലിയാടിന്റെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്ത് ബലിയാടിതില് ഒരു DGP റിപ്പോർട്ട് കൊടുത്താൽ അത് സാധാരണ സംഭവിക്കുന്നതല്ലേ. ഇതിൽ രാഷ്ട്രീയമായ ആരോപണം വേറെയാണ്. അത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ ജുഡീഷ്യൽ അന്വേഷണത്തിന് തെളിയുള്ളൂ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞ പോലെ പൂരവും കഴിഞ്ഞു. തൃശ്ശൂർക്കാർക്ക് ഇതിലൊരു താല്പര്യമില്ല. ഇപ്പൊ ഉള്ള കാര്യം പറയാമല്ലോ. തൃശ്ശൂർക്കാർക്ക് താല്പര്യം പൂരവും കഴിഞ്ഞു ഭംഗിയായിട്ട് തന്നെ അവസാനിച്ച പൂരം. കാരണം എന്താ? ഇക്കൊല്ലത്തെ പൂരം തൃശ്ശൂർക്കാരാണ് നടത്തിയത്. ഒരാളെ ഇടപെട്ടില്ല. പോലീസുകാർ മാറി നിന്നു. ഭംഗിയായിട്ട് പൂരം നടന്നു. മറ്റേ പോലീസ് ഇടപെടലുണ്ടായി. ആനയെ പോലീസ് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു, ആളുകളോട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. ആന മാത്രം പോയാൽ മതി, ആള് പോകണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് പ്രശ്നം. തൃശ്ശൂർ പൂരം എന്ന് വെച്ചാൽ ആൾക്കൂട്ടമാണ്. ആനകളും വാദ്യക്കാരും ജനങ്ങളും ചേരുന്ന ഒരു കൂട്ടമാണ് തൃശ്ശൂർ പൂരം. ശരി, അങ്ങനെയുള്ള വലിയ മഹത്തായ ഉത്സവത്തെ കലക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് CPI ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു. അതിനിടയിലാണ് പോലീസ് മേധാവി ADGP-ക്കെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. സർക്കാരിന്റെ ഭാഗത്ത് ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നത് വളരെ പ്രധാനമാണ്. ഒപ്പം ഈ CPI പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ, രാഷ്ട്രീയ സ്വഭാവമുണ്ട് ഈ പൂരം കലക്കലിന് എന്ന ആരോപണത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. നന്ദി ശ്രീ N ശ്രീകുമാർ. ഒപ്പം ശ്രീ റെജി ലൂക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്.